ഗൈസ് നമ്മളിപ്പം നോർത്താംപ്ടണിൽ നിന്ന് ഇറങ്ങി. സോ ഇന്നലെ എനിക്ക് നോർത്താംപ്ടൺ യൂണിവേഴ്സിറ്റി കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ നൈറ്റായിരുന്നു നമ്മളെല്ലാ പരിപാടികളും കഴിഞ്ഞപ്പോഴേക്കും. സോ അതുകൊണ്ടാണ്. സോ ഇന്ന് ഞാനിപ്പോൾ വെയിൽസിലോട്ട് പോവുകയാണ്. സോ എൻ്റെ ഫ്രണ്ട് വിവേകും നെയും വെയിൽസിലാണ് നിൽക്കുന്നത്. സോ ജസ്റ്റ് ഇന്ന് അവിടെ പോകണം, അവരോട് ഒരു ഡേ സ്പെൻഡ് ചെയ്യണം. ഇന്ന് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഉച്ചയായിട്ടുണ്ട്. സോ വൈകുന്നേരം അവിടെ എത്താൻ. സോ അവിടെ പോയി നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ടൈം സ്പെൻഡ് ചെയ്തു. സോ ഇന്ന് ഞാൻ വെയിൽസിൽ ഞാൻ പ്രത്യേകിച്ച് കറങ്ങാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് ജസ്റ്റ് ഒന്ന് അവിടെ പോവുക എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് അവർ വെയിൽസ് ബോർഡറിലാണ് കാർഡിഫിൻ്റെ ഒക്കെ അടുത്ത് സ്റ്റേ ചെയ്യുന്നത്. സോ ജസ്റ്റ് അവിടേക്ക് പോകണു, അവരോട് നിൽക്കുന്നു, ഒരു ഡേ എടുത്ത് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നു. അതാണ് ഇന്നത്തെ മെയിൻ എന്ന് പറയുന്നത്. സോ ഇവിടുന്ന് നമ്മൾ നാളെ ആയിരിക്കും നമ്മൾ ലണ്ടനിലോട്ട് പോകാൻ പോണത്. സോ നാളെ നമുക്ക് ലണ്ടനിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഉണ്ടാവും. ആൻഡ് നമുക്ക് ജസ്റ്റ് വെയിൽസിൻ്റെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഇന്നത്തെ ഒരു മെയിൻ വീഡിയോയിൽ ഞാൻ എന്തായാലും വെയിൽസിൻ്റെ കുറച്ച് കണ്ടന്റ് ഒക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു യാത്രയൊക്കെ ആ ഒരു ഭാഗമാണ്, കാരണം വെയിൽസിൻ്റെ ഭാഗമാണ്. സോ ഒരുപാട് നല്ല നല്ല സീനറീസ് ഉള്ള ഒരു സ്ഥലമാണ് വെയിൽസ് എന്ന് പറയുന്നത്. ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. സ്കോട്ട്ലാൻഡ് പോലെ തന്നെ ഭയങ്കര അതിമനോഹരമായ ഒരു സ്ഥലമാണ് വെയിൽസ് എന്ന് പറയുന്നത്. സോ എന്തായാലും ഞാൻ അവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം, ഞാൻ കാണുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ. ടു ബി റിയലി ഹോണസ്റ്റ് വിത്ത് യു, ഞാൻ എടുക്കുന്ന വീഡിയോസൊക്കെ വളരെ കുറവാണ്. കൂടുതൽ ടൈം ഞാൻ എൻ്റെ ആ ഒരു മൊമെൻ്റാണ് ചെയ്തത്. കാരണം ഇതൊരു യാത്രയായിരിക്കും ഇന്ന് മൊത്തം. ഈ ഒരു വീഡിയോയിൽ മൊത്തം കൂടുതൽ ട്രെയിൻ യാത്രയായിരിക്കും, കൂടുതൽ ട്രെയിനിലെ വിശേഷങ്ങളായിരിക്കും. വെയിൽസിലോട്ട് പോകണതും അതുപോലെ തന്നെ നാളെയാണെങ്കിലും ട്രെയിനിലാണ് നമ്മൾ ലണ്ടനിലോട്ട് പോകാൻ പോണത്. സോ കൂടുതൽ ആ ട്രെയിൻ യാത്ര, കൂടുതൽ ആ ഒരു എക്സ്പീരിയൻസ്, ആ ട്രെയിൻ എക്സ്പീരിയൻസ്, അതാണ് എൻ്റെ ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാനാണ്, ആ ഒരു ട്രെയിൻ എക്സ്പീരിയൻസ്. സോ അതൊക്കെ ആയിരിക്കും വരാൻ പോണത്. സോ ബേസിക്കലി ഞാൻ എങ്ങനെയാണ് ട്രെയിൻ ബുക്ക് ചെയ്തത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ട്രെയിൻ ലൈൻ എന്നൊരു ആപ്പിലാണ് ട്രെയിൻ ബുക്ക് ചെയ്തത്. അത് നമുക്ക് UK നമുക്ക് ഏത് ട്രെയിനിലാണ് ട്രാവൽ ചെയ്യാം. അതിലൂടെ ആ ആപ്പിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്കൊരു £30 കൊടുത്തിട്ട് ഒരു ഇയറിന്റെ റെയിൽ കാർഡ് എടുക്കുവാണെങ്കിൽ നമുക്ക് അതിൽ ഡിസ്കൗണ്ട്സ് കിട്ടും. സോ എനിക്കൊന്ന് ഒരു 25% നമുക്ക് ഫെയറിൽ ഡിസ്കൗണ്ട് ഉണ്ടാവും. സോ ആ ഡിസ്കൗണ്ട് ലൈക്ക് ഓവറോൾ നമുക്ക് ഭയങ്കര വർത്താണ് കേട്ടോ. കാരണം ഞാൻ ആ £30 കൂടുതൽ എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കൈൻഡ് ഓഫ്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര വർത്തിയാണത്. സോ നിങ്ങൾ ആരെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്ത് ട്രെയിൻ ലൈൻ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ റെയിൽ കാർഡ് എടുക്കുക. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിൽ യാത്ര ചെയ്തെന്ന് തോന്നുവാണെങ്കിൽ അത്യാവശ്യം അതൊരു ബെനിഫിഷ്യലായ കാര്യം തന്നെയായിരിക്കും. ഒരു ലോങ് ടേം നോക്കും, ഒരു 1 ഇയറിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു കാര്യം തന്നെയായിരിക്കും നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് തോന്നുവാണെങ്കിൽ. സോ ബേസിക്കലി അതാണ്. സോ ഇന്നിപ്പം വെയിൽസിലെ ഈ കാഴ്ചകളാണ് എനിക്ക് നിങ്ങൾക്ക് കാണിക്കാനുള്ളത്. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, പോകുന്ന ഡെസ്റ്റിനേഷൻസ് അല്ല ഇമ്പോർട്ടൻറ്റ്, ആ പോകുന്ന സ്ഥലങ്ങളിൽ, ആ പോകുന്ന വഴിയിലൂടെ നമ്മൾ കാണുന്ന കാഴ്ചകൾ, അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻസ് തരുന്നത്. ഏറ്റവും കൂടുതൽ ഡെസ്റ്റിനേഷനെക്കാട്ട് ഉപരി ആ യാത്ര ചെയ്യുന്ന കിട്ടുന്ന നമുക്ക് സന്തോഷം, ആ ഒരു ടൈം, ആ മൊമെന്റ്, നമ്മൾ കാണുന്ന കാഴ്ചകൾ, അത് ദാറ്റ് ഈസ് എ മോസ്റ്റ് മെമ്മറബിൾ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ എവറി ജേർണി. ഇപ്പം ഞാൻ ഈ എടുക്കുന്ന വീഡിയോസിലാണെങ്കിൽ പോലും ഞാൻ കാണുന്ന എല്ലാം നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ഞാൻ കാണുന്നതിൽ വളരെ കുറച്ച് ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. കാരണം കൂടുതൽ മൊമെന്റും ഈ ഒരു ട്രെയിൻ ജേർണിയിൽ ഞാൻ കൂടുതൽ മൊമെന്റും ആ എന്റേതായ ഒരു മൊമെന്റ് ആയിട്ട് എനിക്ക് ആ ഒരു മനോഹരമായി ഈ ഒരു കാഴ്ചകൾ കണ്ട് നല്ലൊരു പാട്ടൊക്കെ കേട്ട് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ച് അങ്ങനെ ഒരു മൊമെന്റ് ആണ് ഞാൻ കൂടുതൽ ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യുന്നത്. ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു ട്രെയിൻ ജേർണി ഞാൻ എൻജോയ് ചെയ്യുന്നത്. എപ്പോഴും ഞാൻ നിങ്ങളത് പറയാറുണ്ട്, എപ്പോഴും ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ജേർണി, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഡെസ്റ്റിനേഷൻ. എന്റെ 3ാമത്തെ കൺട്രിയാണ് വെയിൽസ് എന്ന് പറയുന്നത്. ഇൻ ദ സെൻസ് UK മൂന്നാമത്തെ കൺട്രി. UK എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡം ആണ്. സോ 4 ഡിഫറെന്റ് കിങ്ഡം കൂടിയിട്ടുള്ള ഒരു എന്താ പറയാ യുണൈറ്റഡ് കിങ്ഡം ആണ് UK എന്ന് പറയുന്നത്. സോ അതിൽ നമ്മൾ സ്കോട്ട്ലാൻഡ്, ഇംഗ്ലണ്ട്, വെയിൽസ് ആൻഡ് നോർത്തേൺ അയർലാൻഡ് വരും. വേറെന്താ, നിങ്ങൾ ഈ കാഴ്ചകൾ കാണും, ഞാനും ജസ്റ്റ് ഈ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് എന്തായാലും ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ലണ്ടൻ ട്രിപ്പ് ഉണ്ടാവും. ലണ്ടനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. സോ എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ്. എനിക്കറിയില്ല, എനിക്ക് ആകെ ഒരു ദിവസം ലണ്ടനിലുള്ളൂ. സോ ആ ഒരു ദിവസം കൊണ്ട് എന്തൊക്കെ എനിക്ക് കാണാൻ പറ്റും എന്ന് എനിക്കറിയില്ല. നമുക്ക് കാണാൻ പറ്റും, നമുക്ക് കാണാം, ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാം. നാളെ ലണ്ടൻ, അത് കഴിഞ്ഞ് സൺഡേ എനിക്ക് ലണ്ടനിൽ എനിക്ക് ട്രെയിനാണ് ടു സ്കോട്ട്ലാൻഡ്, ടു എഡിൻബ്ര. Everything is really good by the way. So just enjoy the moment guys. ചുമ്മാ യാത്ര ചെയ്യുക. എല്ലാവരോടും ഈ പറയണം, ചുമ്മാ ജസ്റ്റ് പോവുക, യാത്ര ചെയ്യുക. ബിക്കോസ് at the end of the day only 3 things matter. നമ്മൾ ഈ ലോകത്തിൽ എന്തൊക്കെ കാഴ്ചകൾ കണ്ടു, എന്തൊക്കെ പ്രത്യേകതരം ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു, ആൻഡ് എത്ര ഈസിയായി നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ചു. So that's it guys. Travel, enjoy your life and stay cool all the time.